പിണറായി വിജയന്റെ മരുമോനല്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ എന്താണ് വകുപ്പെന്നറിയില്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരായി നിങ്ങളൊക്കെ വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഈ പൈപ്പ് ലൈനെ കുറിച്ചും ജലം ആളുകളിലേക്ക് എത്തുന്നതിനെ കുറിച്ചും വലിയ വ്യാകുലരായി സംസാരിക്കുന്ന കേട്ടോ. നിങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനില് ഇൻഡോർ മാന്ത്ര എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇൻഡോറിലെ ആ പൈപ്പ് ലൈൻ പൊട്ടി എത്ര പേര് മനുഷ്യന് മരിച്ചു? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പിന്നെ കുറച്ചു മുമ്പേ സംസാരിച്ചു നിങ്ങളുടെ ഗടഗീതമൊക്കെ ദേശീയ ഗാനമാക്കിയിട്ടുണ്ട്. എന്റെ പൊന്ന് ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക, ഈ സാധനം അടിയന്തരാവസ്ഥക്കാലത്ത് ഉണ്ടായതാണോ? ഭരണഘടനാപരമായിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി. മുമ്പ് പറഞ്ഞിരുന്നു. ഇവര് തന്നെ തട്ടുകട സെറ്റപ്പടാ ഇടയ്ക്കെന്തോ ലോട്ടറി അടിച്ചത്. ദേശീയഗാനമാണോ നിങ്ങൾ പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് സേനാനികൾ ഇതൊക്കെ അങ്ങ് ശാഖയിലും അമ്പലത്തിൽ പോയി പാടിയാൽ മതി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇത് ഈ രാജ്യം ഇന്ത്യയാണ് കേട്ടല്ലോ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലോ മോനെ. പിന്നെ പറയാനുള്ളത് പൊതുമരാമത്ത് ബിജെപിയുടെ ആളോടാണ് ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. നിങ്ങളുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ മരുമകൻ എന്നൊരു വിശേഷണം ചേർത്ത് വിളിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോ മുഖ്യമന്ത്രിന്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ദേശീയപാതയ്ക്ക് വേണ്ടി പിണറായി വിജയന്റെ മരുമോനല്ലേ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പിണറായി വിജയന്റെ മരുമോനല്ലേ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ എന്താണ് വകുപ്പെന്നറിയില്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവരായി നിങ്ങളൊക്കെ വളർന്നു വരണമെന്നാണ് പറയാനുള്ളത്. ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. പിന്നെ ദേശീയപാതയ്ക്ക് വേണ്ടി 5580 കോടിയാണ് മുടക്കിയത്. ആ അദ്ദേഹത്തെ ഈ ദേശീയപാതയിൽ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നാ പിന്നെ KPCCയുടെ അധ്യക്ഷനെ വിളിക്കണം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. മരുമകൻ എന്ന് ഈ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒരു ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് വിളിക്കാതെ നിങ്ങൾ സാമാന്യ ബോധം. ഞാൻ പറഞ്ഞ സത്യമാണ്. അവർക്ക് പ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങല കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആലോചനപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പേരാണ്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ എന്താണ് അതിന്റെ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പറഞ്ഞോളൂ. മറ്റേ ഇതല്ലടാ, ഇതോ ഏത് എന്താണ് അതിന്റെ തൊഴിൽ, അതിന്റെ ജോലി എന്താണെന്ന് സാമാന്യബോധമായി ചിന്തിക്കേണ്ട സാമാന്യബോധമുള്ളവരായിട്ട് ഈ കേരളത്തിലെ സംഘികൾ വളർന്നു വന്നോളൂ. ഓ ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ്? എന്താ എടുത്ത് തലേ ചുമക്കണമെന്നുണ്ടോ? എന്നാ ചുമന്നു. നിങ്ങള് ഈ രാജ്യത്തെ ജനങ്ങളെ ആദ്യം നിങ്ങൾ നോട്ടിന് വേണ്ടി ക്യൂ നിർത്തി, രണ്ടാമത് ഓക്സിജൻ സിലിണ്ടർ, ഇപ്പൊ വന്നിട്ട് ഗ്യാസ് സിലിണ്ടർ. എത്ര നാൾ ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ ക്യൂ നിർത്തും? നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നല്ലേ. ചോദ്യത്തിന്റെ ബാക്കിയാണ് ഈ ചോദ്യത്തിന്റെ ബാക്കി. എന്റെ സഹോദരി, യുദ്ധമൊന്നും BJP ഉണ്ടാക്കിയ യുദ്ധമല്ല. ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ചില പ്രശ്നങ്ങള് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതിലെ വളരെ ചെറിയ ശതമാനം കെടുതി മാത്രമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. സഹോദരിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ മരുമോനാണ് അങ്ങോട്ടും വണ്ടി ഓടുന്നത് വെളിച്ചെണ്ണാണോ? ഒരു ദിവസം എത്ര ലിറ്റർ വെളിച്ചെണ്ണ വേണം ഒരാൾക്ക്? വണ്ടി ഓടുന്ന എത്ര ലിറ്റർ പെട്രോൾ വേണം? ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്യാസ് കുറ്റിയുമായിട്ട് എടുത്തോണ്ട് ഒരു സമരത്തിന് പോയിരുന്നു. അന്ന് വനിതാ നേതാക്കളെല്ലാം പുറകെ പോയി. ഇന്ന് എവിടെ പോയി? ശോഭാ സുരേന്ദ്രനും വേണ്ട, BJPയുടെ വനിതാ നേതാക്കൾ ആർക്കും ഗ്യാസിന് വിലയില്ലേ? വിവരമില്ലാത്തൊരു പറഞ്ഞ കാലമ്പും. കാരണം ഇവിടെ ഇന്ന് ഒരാൾ പറഞ്ഞു കുറച്ച് പെണ്ണുങ്ങളെ അലമ്പാൻ ഇറക്കിക്കും ഞങ്ങളെയാ. ആ മാന്യതയില്ലാത്ത ഭാഷ അത് CPMന്റെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത്. അടിയും കഴിഞ്ഞ പ്രാവശ്യം കഴിവര് തന്നെ ആയിരുന്നു അടി. അതോട് ഞാൻ അത് വിട്ടു. അലമ്പന്മാരെന്തോ അലമ്പും.
ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ.